മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് നിർണായകമായ യോഗം ചേരും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. സംസ്ഥാനത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. മണിപ്പൂരിലെ സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് നിർണായക യോഗം ചേരുന്നത്. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിനെ മണിപ്പൂരിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാനത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കടുത്ത നടപടികളെടുക്കാൻ സുരക്ഷാ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ്തി കൂക്കി സമുദായങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ 2023 മെയ് മുതൽ ആരംഭിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഇംഫാൽ താഴ്വരയിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിലെ സമാധാന നില തകിടം മറിച്ചിരിക്കുന്നത്. ജനരോഷം മണിപ്പൂരിൽ ആളിക്കത്തുകയാണ്. മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന്റെയും 2 മന്ത്രിമാരുടെയും 3 MLA-മാരുടെയും വീടിന് നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയിരുന്നു. ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തലസ്ഥാനമായ ഇംഫാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താൽക്കാലികമായി ഇന്റർനെറ്റിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂരിൽ ജിരിബാം ജില്ലയിൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കാണാതായ 6 മെയ്തികളിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. 2 കുട്ടികളുടെയും 1 സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.